വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗായത്രിയിലെ 12ാമത് അക്ഷരദേവതയായ ത്രിപുര. ദക്ഷിണമാർഗത്തിലൂടെയുള്ള ഗായത്രി സാധനയ്ക്ക് ത്രിപദ എന്നും വാമമാർഗ സാധനയ്ക്ക് ത്രിപുര എന്നും പറയുന്നു. ത്രിപദയുടെ കർമ്മമേഖല സത്യം, ശിവം, സുന്ദരം, സ്വർഗം, മുക്തി, ശാന്തി, സച്ചിദാനന്ദം, ജ്ഞാനം, കർമ്മം, ഭക്തി എന്നിവയാണ്. ഉൽപാദനം, അഭിവർത്തനം, പരിവർത്തനം, സാഹസം, ഉത്സാഹം, പരാക്രമം എന്നിവയുടെ പ്രതിഭയും തീക്ഷ്ണതയും ത്രിപുരയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ആത്മീയോന്നതിക്ക് വേണ്ടി ത്രിപദയെയും ഭൗതികാവശ്യങ്ങൾക്ക് വേണ്ടി ത്രിപുരയെയും ആശ്രയിക്കുന്നു. യോഗതന്ത്രങ്ങളുടെ ഈ രണ്ടു മാർഗങ്ങൾ ഈ രണ്ടു പ്രയോജനങ്ങൾക്കു വേണ്ടിയുള്ളതാണ്. സാധനാഗ്രന്ഥങ്ങളിൽ ത്രിപുര മഹാശക്തിക്ക് ത്രിപുരസുന്ദരി, ത്രിപുരവൈരഭി എന്നീ നാമങ്ങളും നൽകിയിരിക്കുന്നു. അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനും ആപത്തിൽപ്പെട്ടവരെ ഉദ്ധരിക്കുന്നതിനും വേണ്ടിയാണ് ത്രിപുരവൈരഭി രൂപമെടുത്ത് തൻ്റെ ലീലകൾ കാട്ടിയത്. വികരാള രൂപത്തിൽ യുദ്ധനിരതയായി നിലകൊള്ളുന്ന സ്വരൂപങ്ങളാണിവ. ത്രിപുരസുന്ദരിയെ സിദ്ധിദാത്രിയും സൗഭാഗ്യദായിനിയും സർവാംഗസുന്ദരിയുമായിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വൈരവി അഭയം പ്രദാനം ചെയ്യുന്നു. ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം ബാഹ്യവും ആന്തരികവുമായ മേഖലകളെ സുഗതവും സൗന്ദര്യപൂർണവും ആക്കുന്നു. മഹിഷാസുരൻ, മധുകൈടഭന്മാർ, ചുംബനിശുംബന്മാർ, രക്തബീജൻ, വൃത്രാസുരൻ മുതലായ അസുരന്മാരെ നിഗ്രഹിച്ച കഥകളിൽ ത്രിപുരയുടെ പ്രചണ്ഡമായ പരാക്രമം വർണ്ണിച്ചിരിക്കുന്നതായി കാണാം. അജ്ഞാനം, അഭാവം, ഉദാസീനത, മിഥ്യാബോധം, അധപതനം, പരാഭവം എന്നിവയാണ് അസുരന്മാർ. ഈ അസുരന്മാരെയാണ് ത്രിപുരയുടെ സാഹസവും പരാക്രമവും ഉത്സാഹവുമാകുന്ന ത്രിശൂലം തുളച്ചു കീറി സംഹരിക്കുന്നത്. തന്ത്ര സമ്പ്രദായത്തിൽ ഈ ത്രികോണശക്തികളുടെ സംഘത്തിന് ദുർഗ, കാളി, കുണ്ടലിനി എന്നീ പേരുകൾ നൽകിയിരിക്കുന്നു. ഇവയെ തന്നെ ചണ്ഡി, മഹാശക്തി, അംബ എന്നീ നാമങ്ങളാലും സംബോധന ചെയ്തിരിക്കുന്നു. ഹോളി, ദീപാവലി, ശിവരാത്രി എന്നീ അവസരങ്ങളിൽ കാളരാത്രി, മഹാരാത്രി, മോഹരാത്രി എന്നീ വിധത്തിൽ ഈ ശക്തികളുടെ വിശിഷ്ട പൂജോപാസനകൾ ചെയ്യുക പതിവാണ്. ക്രിയായോഗം, ജപയോഗം, ധ്യാനയോഗം എന്നിവയാൽ ത്രിപദയുടെയും പ്രാണയോഗം, ഖളയോഗം, തന്ത്രയോഗം എന്നിവയാൽ ത്രിപുരയുടെയും സാധന അനുഷ്ഠിക്കപ്പെടുന്നു. ഒന്നിനെ യോഗാഭ്യാസത്തിൻ്റെയും മറ്റേതിനെ തപശ്ചര്യയുടെയും അധിഷ്ഠാത്രി ആയി പരിഗണിച്ചിരിക്കുന്നു. ത്രിപദ, ത്രിപുര ഇവയെ പര, അപര എന്നിങ്ങനെയും പരിഗണിക്കുന്നു. രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാധന മൂലം പ്രാണനും ശരീരവും ഒത്തുചേരുമ്പോൾ ജീവിതം സാധ്യമാകുന്നത് പോലെയുള്ള സ്ഥിതി സംജാതമാകുന്നു. ബ്രഹ്മവർച്ചസ സാധനയിൽ ഒന്നിനെ മറ്റൊന്നിൻ്റെ പൂരകമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇവയെ സംയോഗം, സുയോഗം, ഓജസ്, തേജസ്, ഋദ്ധി, സിദ്ധി, ജ്ഞാനം, വൈഭവം എന്നിവയുടെ സമുന്നതമായ ആധാരമെന്നും പറയുന്നു. ഇത് ഗായത്രി മഹാശക്തിയുടെ തന്നെ ദിവ്യധാരയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.